നമസ്കാരം. ആദിവാസി യുവാവ് പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്ത സംഭവം സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഡിജിപി. പ്രധാന വാർത്തകൾ. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഡിജിപി. ഡിജിപിയുടെ ശുപാർശ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ മംഗളൂരുവിലെ ആൾക്കൂട്ട ആക്രമണം, കൊല്ലപ്പെട്ട പുൽപ്പള്ളി സ്വദേശിയുടെ മൃതദേഹം ഖബറടക്കിയത് ജന്മനാടായ കോട്ടക്കലിൽ. കൽപ്പറ്റ അമ്പിലേരിയിൽ ടിവി പൊട്ടിത്തെറിച്ച് 14-കാരന് പരിക്ക്. ടെലിവിഷനിൽ നിന്നും ആദ്യം പുക ഉയർന്നു, പിന്നീട് വൻ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. വീടിനും തീപിടിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുഴപ്പുറമ്പോക്കിൽ നിർമ്മിച്ച പെട്ടിക്കട ഉടൻ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകി. 3 ദിവസത്തിനകം നിർമ്മാണം പൂർണ്ണമായും പൊളിച്ചു നീക്കി പഴയപടിയാക്കണം. തന്റെ കുടുംബത്തിന്റെ പേരിലുള്ള ഭൂമിയെന്ന് തൃക്കൈപ്പറ്റ സ്വദേശി. വിശദമായ വാർത്തകളിലേക്ക്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് ഗോകുൽ ആത്മഹത്യ ചെയ്ത സംഭവം സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഡിജിപി. സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി ജില്ലാ പോലീസ് മേധാവി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെയാണ് ഇപ്പോൾ ഡിജിപി അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുൽപ്പള്ളി സ്വദേശി മൂച്ചിക്കാടൻ അഷ്റഫിന്റെ മൃതദേഹം ഖബറടക്കി. 36 വയസ്സായിരുന്നു. മാനസിക അസ്വാസ്ഥ്യമുള്ള ആളായിരുന്നു അഷ്റഫ്. മൃതദേഹം രാവിലെ ജന്മനാടായ കോട്ടക്കലിൽ എത്തിച്ച് കോട്ടക്കൽ ചേലക്കുണ്ട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. അഷ്റഫിന്റെ മാതാപിതാക്കളും ഒരു സഹോദരനും പുൽപ്പള്ളിയിലാണ് താമസിക്കുന്നത്. മറ്റു ബന്ധുക്കൾ നാട്ടിലാണ്. കഴിഞ്ഞ ദിവസം മംഗളൂരുവിലെ കുടുപ്പിയിൽ ക്രിക്കറ്റ് മാച്ചിനിടെയാണ് ആക്രമണമുണ്ടായത്. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 19 പേർക്കെതിരെ മംഗളൂരു പോലീസ് കേസെടുത്തു. ഇതിൽ 15 പേരെ അറസ്റ്റ് ചെയ്തു. മരണപ്പെട്ടുള്ള അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് പുൽപ്പള്ളിയിൽ ഇവരുടെ ഫാദറും ജ്യേഷ്ഠനും ഇവിടെ പുൽപ്പള്ളി ടൗണിൽ ബെസ്റ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു കട നടത്തിക്കൊണ്ടിരുന്ന ഒരാൾക്കാരാണ്. ഇപ്പോഴും അവരുടെ ഫാദറും അതുപോലെ ജ്യേഷ്ഠനും ഇവിടെ കട നടത്തുന്നുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് അവനിവിടെ പുൽപ്പള്ളി ഉണ്ടായിരുന്നു. അതിന് ശേഷം അവന് മാനസികമായിട്ട് ഒരു പ്രയാസം അനുഭവിക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെ അവർ പല ഹോസ്പിറ്റലുകളിൽ അവനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചികിത്സ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൻ വീടുമായോ അവരുടെ കുടുംബവുമായോ യാതൊരു ബന്ധവുമില്ലാതെ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ വീട് വാങ്ങിയിട്ട് കുറച്ചായിട്ടാണ്. അതിന് സുഖമില്ലാതെ ഇങ്ങനെ അന്ന് ഇങ്ങനെ കടയിലൊന്നും നിൽക്കാതെ പോയതാണ്. പിന്നെ ഓരോ ഇടയ്ക്കോ കൊണ്ടുപോയി ചികിത്സിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് പിന്നെ അതിൻ്റെ ഇടയിലാണ് ഉണ്ടായിരുന്നില്ല. ഒരു 2 മാസത്തിന് മുന്നേ വന്നു ഇവിടെ വന്നിട്ട് 2 ദിവസം ഇവിടെ വന്നു ഒറ്റ പോക്കാം. കർണാടക മംഗളൂരുവിൽ പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇടയായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് IC ബാലകൃഷ്ണൻ MLA. കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നും സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരുകൾ തയ്യാറാകണമെന്നും കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇത്തരത്തിലുള്ളൊരു ആൾക്കൂട്ട കൊലപാതകം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഏത് സംഭവം ആയിക്കോട്ടെ. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. അന്വേഷണ ഭാഗമായി പ്രതികളെ കണ്ടെത്തണം. മാതൃകാപരമായി ജനാധിപത്യ സംവിധാനത്തിൽ അവർക്കുള്ള ശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ. ഇപ്പോൾ അഷ്റഫ് കേരളത്തിലാണുള്ളത്. എന്നിട്ട് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സ്വദേശിയാണ്. സംഭവം നടന്നത് കർണാടകയിലാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗം ഇതിൻ്റെ അകത്തുണ്ടാകണം. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സമഗ്രമായ ഒരു അന്വേഷണം ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയെ വെച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
കൽപ്പറ്റ അമ്പിലേരിയിൽ ടെലിവിഷൻ പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക്. പൈക്കാട്ടിൽ സാറാമ്മയുടെ മകൻ സജിനാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. രാവിലെ 10 മണിയോടെ ആയിരുന്നു അപകടം. ടെലിവിഷനിൽ നിന്നും ആദ്യം പുക ഉയരുകയും പിന്നീട് വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. വീടിനും തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. രാവിലെ ടെലിവിഷന് സമീപത്തു നിന്നും പുക ഉയരുന്നതാണ് സാറാമ്മയുടെ മകൻ സജിൻ കാണുന്നത്. ആ സമയം TV പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വൻ ശബ്ദത്തോടെ ടെലിവിഷൻ പൊട്ടിത്തെറിച്ചു. തീ പടർന്നു. വീടിനും തീ പിടിച്ചു. സജിൻ വീട്ടിൽ നിന്നും ഓടി പുറത്തിറങ്ങിയപ്പോഴേക്കും കൈക്ക് പൊള്ളലേറ്റു. ഉടൻ തന്നെ കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. വീടിനുള്ളിലെ പല വസ്തുക്കളും കത്തി നശിച്ചിട്ടുണ്ട്. പെരയുടെ ഉള്ളു മുഴുക്ക നാശായി. ആ സമയത്ത് നിങ്ങളുണ്ടായിരുന്നു അവിടെ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഡിഷ് TV ആണല്ലേ? എന്താ സംഭവിച്ചിട്ടുണ്ടാകുന്ന മനസ്സിലാക്കുന്നത്? മനസ്സിൽ ഇത് വയറ് ഷോർട്ടായതാണ്. അല്ല, TV ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ടിവിയുടെ വയറ് കത്തി ഉരുക്കി ടിവിയുടെ പുറകിൽ പോയി. എന്നിട്ട് അവിടെ കവർ ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. ടിവിയുടെ സൈഡ് മൊത്തം കത്തി. അവിടെ മൊത്തം പുകയായിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ വിളിച്ചു. അപ്പോഴത്തേനും ആ TV മൊത്തം കത്തിപ്പോയി. ഏതായാലും ഒരു കുട്ടിയുടെ കൈക്ക് ചെറിയൊരു പൊള്ളലുണ്ട്. തീ കെടുത്താനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴയ മോഡൽ TV ആണ് പൊട്ടിത്തെറിച്ചത്. ഡിഷ് TV കണക്ഷനാണ്. വീടിന് വലിയ നാശനഷ്ടമാണ് നേരിട്ടതെന്ന് സാറാമ്മ പറയുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുഴപ്പുറമ്പോക്കിൽ നിർമ്മിച്ച പെട്ടിക്കട ഉടൻ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകി. 3 ദിവസത്തിനകം നിർമ്മാണം പൂർണ്ണമായും പൊളിച്ചു നീക്കി പഴയപടിയാക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. കരിങ്കല്ല് കെട്ടി 4 ലക്ഷം രൂപ ചെലവിൽ കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ വ്യക്തി പെട്ടിക്കട നിർമ്മിച്ചത്. എന്നാൽ കുഴപ്പമൊന്നുമില്ലെന്നും തന്റെ സ്വന്തം കുടുംബത്തിലുള്ള ഭൂമിയാണെന്നും തൃക്കേപ്പറ്റ സ്വദേശി NK പൗലോസ് പറയുന്നു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ വ്യക്തി വലിപ്പമുള്ള പെട്ടിക്കട നിർമ്മിച്ചത്. തൃക്കൈപ്പറ്റ സ്വദേശിയാണ് താൻ വർഷങ്ങളായി കൈവശം വെക്കുന്ന ഭൂമിയിൽ പെട്ടിക്കട നിർമ്മിച്ചത്. ഇതിനു മുൻപ് പലതവണ കട നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നഗരസഭ ഒഴിപ്പിക്കുകയായിരുന്നു. ഇത്തവണയും നഗരസഭ അധികൃതർ നിർമ്മാണം ഒഴിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചു. പുഴപ്പുറമ്പോക്കായി കണ്ടെത്തിയ സ്ഥലത്താണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതെന്നാണ് നഗരസഭയുടെ വാദം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി തേടിയിട്ടുമില്ല. 3 ദിവസത്തിനകം നിർമ്മാണം പൊളിച്ചു നീക്കി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നഗരസഭ പതിച്ച നോട്ടീസിൽ പറയുന്നത്. അതേസമയം താൻ ഒരു ഭൂമിയും കയ്യേറിയിട്ടില്ലെന്നും സ്വന്തം ഭൂമിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെന്നും പൗലോസ് പറയുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കല്ലൂരിൽ സംഘടിപ്പിച്ച കുതിരയോട്ട മത്സരം. ജില്ലയ്ക്കകത്തും പുറത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ളവരാണ് കുതിരയോട്ട മത്സരം കാണാനായി എത്തിയത്. ഇത്തരം മത്സരങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്നും വരും വർഷങ്ങളിലും മത്സരം സംഘടിപ്പിക്കണമെന്നും കാഴ്ചക്കാർ. ജില്ലയിൽ ആദ്യമായി സംഘടിപ്പിച്ച ഹൂഫ് ടസൽ സൗത്ത് ഇന്ത്യൻ കുതിരയോട്ട മത്സരമാണ് ശ്രദ്ധേയമായത്. സുൽത്താൻ ബത്തേരി കല്ലൂരിലാണ് കേരള, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60ഓളം കുതിരകളെ പങ്കെടുപ്പിച്ച കുതിരയോട്ട മത്സരം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് നേരെയുള്ള ട്രാക്കിൽ 500 മീറ്റർ ദൂരത്തിൽ മത്സരം നടത്തിയത്. വയനാട് ഹൂഫ് ഹെവൻ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദേശീയ പാതയോരത്ത് കല്ലൂർ പാലത്തിന് സമീപമുള്ള പാടശേഖരത്തിലാണ് മത്സരം നടന്നത്. ഭയങ്കര ഹാപ്പിയാണ് ക്ലബ്ബ്. കാരണം വയനാട് ജില്ലയിൽ ഇതുപോലൊരു വൻ പ്രോഗ്രാം വെച്ച് 60ഓളം കുതിരകളെ പങ്കെടുപ്പിച്ച് വൻ വിജയമായി ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം, അതായത് ഹൂഫ് ടസൽ, ഹൂഫ് ഹെവൻ റൈഡിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഹൂഫ് ടസൽ വൻ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ ബ്രീഡ് കുതിരകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ജില്ലയിൽ ആദ്യമായി നടത്തിയ കുതിരയോട്ട മത്സരം വൻ വിജയകരമായിരുന്നുവെന്ന് ക്ലബ് പ്രസിഡന്റ് ബബിത അഗസ്റ്റിൻ പറഞ്ഞു. കുതിരയോട്ട മത്സരങ്ങളുടെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലനാട് ന്യൂസ്, ബത്തേരി.
സുൽത്താൻ ബത്തേരി കല്ലൂരിൽ സംഘടിപ്പിച്ച കുതിരയോട്ട മത്സരം ശ്രദ്ധേയമായി. വയനാട് ഹൂഫ് ഹെവൻ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. സൗത്ത് ഇന്ത്യയിലെ 60ഓളം കുതിരകൾ മത്സരത്തിൽ പങ്കെടുത്തു. കുതിരയോട്ട മത്സരം കാഴ്ചക്കാർക്കും വേറിട്ട അനുഭവമായി. ഹൂഫ് ഹെവൻ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ കല്ലൂരിൽ നടത്തിയ കുതിരയോട്ട മത്സരമാണ് കാഴ്ചക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്. ഇന്നലെ രാവിലെ 6:30 മുതൽ കല്ലൂർ പാടശേഖരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ട്രാക്കിൽ നടത്തിയ മത്സരം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. കുട്ടികളും സ്ത്രീകളുമടക്കം പൊരിവെയിലത്ത് നിന്നും കുതിരയോട്ട മത്സരം ആവേശത്തോടെയാണ് കണ്ടത്. ജില്ലയ്ക്കകത്തും പുറത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ളവർ മത്സരം വീക്ഷിക്കാനായി എത്തിയിരുന്നു. കുതിരയോട്ട മത്സരം ഇവിടെ എത്തിയ കാഴ്ചക്കാരിൽ ഭൂരിപക്ഷം പേർക്കും പുതിയ അനുഭവമായിരുന്നു. ഈ മാമാങ്കം വയനാട്ടിലെ ആദ്യത്തെ സംഭവം. വളരെയധികം ജനങ്ങളെ ആകർഷിച്ച് വളരെയധികം ജനങ്ങളുണ്ട്, വളരെയധികം വാഹനങ്ങളുണ്ട്, 60ലധികം കുതിരകൾ പങ്കെടുക്കുന്ന ഒരു മാമാങ്കമാണ് ഇത്. എവിടെന്തൊക്കെയോ ആൾക്കാർ കോഴിക്കോട്, കൊണ്ടോട്ടി, മലപ്പുറം ജില്ലകളിലൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്, ഈ നാട്ടുകാരും. അതിൽ ഉപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാമാങ്കം നടാടെയാണല്ലോ വയനാട്ടിൽ. അതിഗംഭീര പരിപാടി എന്ന് വേണം പറയാണ്ട്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, വളരെ ഗംഭീര പരിപാടിയാണിത്. അപ്പോൾ അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നാട്ടുകാരായ ഞങ്ങളും ബാക്കി കാണികളായ എല്ലാവരും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടി അനുസരിച്ച് ഈ മാമാങ്കം തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും വരും വർഷങ്ങളിലും കുതിരയോട്ട മത്സരം സംഘടിപ്പിക്കണമെന്നുമാണ് കാഴ്ചക്കാരുടെ അഭിപ്രായം. മലനാട് ന്യൂസ്, ബത്തേരി. പഴയ കാലത്തേക്ക് ഒന്ന് തിരികെ പോയാലോ? കുട്ടിക്കാലത്ത് കണ്ടുമറന്ന സാധനങ്ങൾ ഒന്ന് കാണാം. മേപ്പാടിയിലെ ഷൗക്കത്തിന്റെ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ഈ കാഴ്ചകൾ. ഇനിയൊരിക്കലും കാണാനിടയില്ലാത്ത വസ്തുക്കളാണിത്. എന്നാൽ ഇതെല്ലാം ഒരു കുടക്കീഴിൽ സൂക്ഷിച്ചിരിക്കുകയാണ് 1-ാം വയൽ സ്വദേശിയായ ഷൗക്കത്ത്. കുട്ടിക്കാലം മുതൽ പഴയ സാധനം സൂക്ഷിച്ചു വയ്ക്കുക എന്നത് ഷൗക്കത്തിൻ്റെ ഹോബിയാണ്. ഈ ഹോബിയാണ് ഇന്ന് വലിയ സ്വപ്നത്തിന് മാറ്റുകൂട്ടുന്നത്. ഈ സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മ്യൂസിയം തുടങ്ങുക എന്നതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യമാണ് നാളെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. പഴയ കാലത്തിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ളതാണ്. പിന്നെ കിട്ടുന്നതിൻ്റെ ഒരു 10% ഒരു ചാരിറ്റി പ്രവർത്തനം പാവപ്പെട്ട രോഗികൾക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട്. ഒരു 7 വർഷക്കാലമായി ഉള്ള ഒരു പ്രയത്നമാണ് ഇതുപോലൊരു മ്യൂസിയം ആക്കി എടുത്തത്. പായ്വസ്തുക്കൾ വെച്ച് കൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പായ്വസ്തുക്കൾ എല്ലാവരും പായ്വസ്തുക്കൾ എന്ന് പറയുന്നത് എൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു വസ്തുവാക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി ചൂരൽമല റോഡിൽ 1-ാം വയലിലാണ് ഇത്തരത്തിലൊരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൂറിസ്റ്റുകളെ ഉൾപ്പെടെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. കണ്ടാൽ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. ഇനിയൊരിക്കലും മടങ്ങി വരാത്ത കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരിക്കും ഇത്. ഇതിൽ നിന്നു ലഭിക്കുന്ന വരുമാനം പ്രദേശത്തെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ലക്ഷ്യവും ഷൗക്കത്തിന് ഇതിന് പിന്നിലുണ്ട്. ഷമീർ നെടുമ്പാല, മലനാട് ന്യൂസ്, മേപ്പാടി. സൈക്കിളല്ല, ബൈക്കുമല്ല, ഇത് ആദിത്യന്റെ മോട്ടോർ സൈക്കിൾ. ഗുജറയിൽ നിന്നും ശേഖരിച്ചതാണ് പാർട്സുകൾ. ഇപ്പോൾ പെട്രോൾ ഒഴിച്ചാൽ ബൈക്കിന്റെ അതേ ഉപയോഗമാണ് ഈ മോട്ടോർ സൈക്കിളിനും. ആദിത്യന്റെ അത്ഭുത ലോകത്തിലേക്ക്. കുഞ്ഞു പ്രായത്തിലേയുള്ളതാണ് ആദിത്യന് വണ്ടി പ്രേമം. വല്യച്ഛന്റെ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കൽ വർക്കുകൾ നോക്കി നിൽക്കുന്ന പതിവുണ്ടായിരുന്നു ഈ മിടുക്കന്. പിന്നീട് എപ്പോഴോ തുടങ്ങിയ ആഗ്രഹത്തിനാണ് ഇപ്പോൾ പൂർത്തീകരണമാകുന്നത്. ഇത് ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറുപ്പം മുതലുള്ള വണ്ടിയോടുള്ള ആഗ്രഹം കാരണമാണ് ഇപ്പോൾ വണ്ടി ഉണ്ടാക്കാനുള്ള കുറച്ചുകൂടി കൂടി. അച്ഛനും അമ്മയും നല്ല സഹായിച്ചു. എഞ്ചിൻ വാങ്ങാൻ അമ്മ പൈസ തന്നു. ബാക്കി പിന്നെ ഞാൻ ചെറിയ ചെറിയ പണിക്ക് പോകുന്നുണ്ട്. വെളിച്ചൻ്റെ കൂടെ പണിക്ക് പോകുന്നുണ്ട്, ഓട്ടോൻ്റെ ബോഡി പണിക്ക് പോകുന്നുണ്ട്. അങ്ങനെ പഠിച്ച് വെള്ളിക്കങ്ങ് പഠിച്ച് ഉണ്ടാക്കി. പ്രദേശത്തെ ഗുജറികളിലെല്ലാം കറങ്ങി നടക്കും ഈ ആദിത്യൻ. പഴയ ബജാജ് CD100ന്റെ എഞ്ചിനാണ് ആദ്യം സംഘടിപ്പിച്ചത്.
വീട്ടിലെ പഴയ സൈക്കിളിന്റെ ഫ്രണ്ട് വീലും ഒപ്പിച്ചു. സ്കൂട്ടിയുടെ അലോയ് വീലിൽ മാറ്റങ്ങൾ വരുത്തി പുറകിലെ വീലും ഘടിപ്പിച്ചു. കഠിനാധ്വാനിയായ ആദിത്യൻ കൈവശമില്ലാത്ത ആയുധങ്ങൾ അച്ഛന്റെയും അമ്മയുടെയും സഹായത്തോടെ പുറമേ നിന്നും വാടകയ്ക്കെടുത്താണ് 3 ദിവസങ്ങൾ കൊണ്ട് മോട്ടോർ സൈക്കിളിന്റെ പണി പൂർത്തിയാക്കിയത്. 10,000-ഓളം രൂപ ചിലവ് വന്നതായും ആദിത്യൻ. കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ആദിത്യൻ മെക്കാനിക്കൽ വർക്കുകളിൽ ഏറെ തൽപരനായിരുന്നുവെന്നും അമ്മ സരിത പറയുന്നു. അവൻ ചെറുപ്പം മുതലേ ഇതിനോട് താല്പര്യമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അവൻ ഇതൊന്ന് ചെയ്യാനൊരു ഇതായത്. അവൻ സ്വന്തമായിട്ട് ഓട്ടോയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് അതിൻ്റെ പൈസയും പിന്നെ ഞാനും ഇപ്പോഴാണ് എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞത്. മോട്ടോർ സൈക്കിൾ യാഥാർത്ഥ്യമാക്കിയെങ്കിലും നിയമാനുസൃതം റോഡിലിറക്കാൻ സാധിക്കാത്തതിലുള്ള സങ്കടവും ആദിത്യൻ പങ്കുവയ്ക്കുകയാണ്. പഠനത്തോടൊപ്പം എന്തെങ്കിലുമൊക്കെ തന്നാലാവുന്നത് ചെയ്ത് കുടുംബത്തെ സഹായിക്കുന്നതിനും ഈ കൊച്ചുമിടുക്കൻ സമയം കണ്ടെത്താറുണ്ട്. കൊളകപ്പാറ പാലിശ്ശേരി വീട്ടിൽ ആശാരിപ്പണിക്കാരനായ സന്തോഷിന്റെയും സരിതയുടെയും മകനായ ആദിത്യൻ സുൽത്താൻ ബത്തേരി ടെക്നിക്കൽ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. മലനാട് ന്യൂസ്, മീനങ്ങാടി. നാടിന് അഭിമാനമായി സംസ്ഥാന ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടി മെലിസ ജിതിൻ. ലിജു മിത്രൻ മാത്യു സംവിധാനം ചെയ്ത കലാം സ്റ്റാൻഡേർഡ് 5B എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഈ വർഷത്തെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ഈ കൊച്ചുമിടുക്കിയെ തേടിയെത്തിയത്. സുൽത്താൻ ബത്തേരി കുപ്പാടി ഞാറ്റുംകാലായിൽ ജിതിൻ പീറ്ററിന്റെയും ടിറ്റിയുടെയും മകളാണ് 3ാം ക്ലാസ്സുകാരിയായ മെലിസ. ഈ വർഷത്തെ സംസ്ഥാന ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടി നാട്ടുകാർക്കും നാടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് മെലിസ ജിതിൻ എന്ന കൊച്ചുമിടുക്കി. മധ്യപ്രദേശിലെ ദേവാസിലെ സെൻട്രൽ ഇന്ത്യൻ അക്കാദമിയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മെലിസ കലാം സ്റ്റാൻഡേർഡ് 5B എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെയാണ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയത്. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്ന ഈ സിനിമയിൽ സമകാലീന രാജ്യത്തെ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. ചെറുപ്രായത്തിൽ ഉത്തരേന്ത്യയിലെത്തിപ്പെട്ട മലയാളിയായ അലി തന്റെ മക്കളിലൂടെ മലയാള നാടിന്റെ മതസാഹോദര്യവും പാരമ്പര്യവും പിന്തുടരാൻ ശ്രമിക്കുന്നതും CAA വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഉണ്ടായിരുന്നു. ഞാൻ ഏഞ്ചലോ ചേട്ടന്റെ സിസ്റ്റർ ആയിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. ഞാൻ ഏഞ്ചലോ ചേട്ടൻ്റെ കൂടെ കളിച്ചു. പിന്നെ എൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ ഏഞ്ചലോ ചേട്ടൻ, നിമിഷ ചേച്ചി, പിന്നെ ടോം അങ്കിൾ, പിന്നെ ഡയറക്ടർ ലിജു അങ്കിൾ. സ്റ്റാൻഡേർഡ് 5B എന്നൊരു മൂവിയിൽ അഭിനയിച്ച് മോൾക്ക് അതിൽ കേരള ക്രിട്ടിക് അവാർഡ് കിട്ടി. മോള് മൂവിയിലേക്ക് വരാനുണ്ടായ ഒരു സിറ്റുവേഷൻ, ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കേരള സമിതിൻ്റെ ഒരു പ്രോഗ്രാമിൽ മോള് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഡയറക്ടർ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിനെ സെർച്ച് ചെയ്യായിരുന്നു, പെൺകുട്ടികൾ. അപ്പോൾ ആ സമയത്ത് മോളുടെ ഡാൻസ് കണ്ടിട്ടാണ് നമ്മളുടെ അടുത്ത് കോൺടാക്ട് ചെയ്തത് ഡയറക്ടർ. ഈ ചിത്രത്തിൽ അഭിനയിച്ച ഏഞ്ചലോ ക്രിസ്റ്റ്നായ്ക്കും ബാലതാരത്തിനുള്ള അവാർഡ് നേടാനായി. മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്കിടെയാണ് കലാം സിനിമയുടെ സംവിധായകൻ ലിജു മിത്രൻ മാത്യു മെലിസയെ കാണുന്നത്. ഈ കാഴ്ചയാണ് മെലിസയെ അപ്രതീക്ഷിതമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചത്. സംസ്ഥാന ഫിലിം ക്രിട്ടിക്സ് അവാർഡിന് പുറമെ നിരവധി അന്തർദേശീയ അവാർഡുകളും ഇതിനോടകം കലാം സ്റ്റാൻഡേർഡിനെ തേടിയെത്തി. സുൽത്താൻ ബത്തേരി കുപ്പാടി സ്വദേശിയും മധ്യപ്രദേശ് ദേവാസ് ബാങ്ക് നോട്ട് പ്രസിലെ ഡെപ്യൂട്ടി മാനേജറുമായ ജിതിൻ പീറ്ററിന്റെയും ചിറ്റിയുടെയും മകളാണ് മെലിസ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഡൻ സഹോദരനാണ്. മലനാട് ന്യൂസ്, ബത്തേരി. ഋഷഭോപദേശം, നരസിംഹാവതാരം തുടങ്ങിയവയുടെ അവതരണവുമായി നായ്ക്കട്ടി വെളുതൊണ്ടിക്കുന്ന ശ്രീ കണ്ടംപുലി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം 3ാം ദിനം പിന്നിട്ടു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിക്കും. ഭാഗവതയജ്ഞത്തിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വേദസാരമായ ഭാഗവത സപ്താഹയജ്ഞം 3ാം ദിനത്തിൽ ഋഷഭോപദേശം, ഭരതരഘുഗണ സംവാദം, ഭൂഗോള വർണ്ണനം, അജാമിളോപാഖ്യാനം, നരസിംഹാവതാരം തുടങ്ങിയ ഭാഗങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. വെളിതൊണ്ടിക്കുന്ന ശ്രീ കണ്ടംപുലി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭാഗവത സപ്താഹയജ്ഞം അരങ്ങേറുന്നത്. ക്ഷേത്രാങ്കണത്തിലെ ഹാളിൽ സപ്താഹയജ്ഞം ശ്രവിക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തുന്നത്. എന്താ ഈ ഗ്രഹം എന്നുള്ള അതിന്റെ അർത്ഥം? വീട് എന്താ എങ്ങനെയാ പേര് വരാൻ കാരണം?
ആ പേര് വരാൻ കാരണം പറയാൻ എന്താണ്? ഗൃഹണാദി പുരുഷം യസ്മാത് ഗൃഹം തേന പ്രകീർത്തിതം. മനുഷ്യനെ പിടിച്ചു വെക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അത്ര ഇതിന് ഗൃഹം എന്ന് പേരുണ്ടായത്. അവിടെ കാലെടുത്ത് കൂത്തിയാൽ പിന്നെ ആ കാല് ഇങ്ങോട്ട് കിട്ടില്ല. ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മ കോഴിക്കോടാണ് യജ്ഞാചാര്യൻ. പെരുമ്പാവൂർ പാരായണ കോകിലം ജിതേഷ് ജി, പാലാ ദിലീപ് നമ്പൂതിരി സഹ ആചാര്യന്മാരും പുറഞ്ചേരി ഇല്ലം ഉഷ അന്തർജനവുമാണ് സഹവായനയും നടത്തുന്നത്. മെയ് 4 ഞായറാഴ്ച യജ്ഞപ്രസാദ വിതരണത്തോടുകൂടി 7 ദിവസത്തെ ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കും. മലനാട് ന്യൂസ്, ബത്തേരി. ദേശീയ സേവാഭാരതി വയനാട് ജില്ലയുടെ കീഴിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി നത്തം കുനിയിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കുറ്റിയടിക്കൽ കർമ്മവും ഭൂമി പൂജയും നടന്നു. 20ഓളം വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. സേവാഭാരതിയുടെ പുനർജീവൻ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കുറ്റിയടിക്കൽ കർമ്മം നടന്നത്. ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ പങ്കെടുത്തും രക്ഷാപ്രവർത്തകർക്കും ദുരന്തബാധിതർക്കും ഭക്ഷണമെത്തിച്ചും സേവാഭാരതി മാതൃകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ശേഷവും ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കാനായി തീരുമാനം. തുടർന്നാണ് വീട് നഷ്ടപ്പെട്ടവർക്കായി വീടൊരുക്കാൻ തീരുമാനമായത്. അതിനായി മൂപ്പൈനാട് നത്തംകുനിയിൽ 5 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. ഇവിടെയാണ് ആദ്യഘട്ടമെന്നോണം 20 വീടുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. വീടിനു പുറമെ സാംസ്കാരിക നിലയവും പാലിയേറ്റീവ് കെയർ യൂണിറ്റും ഈ പ്രദേശത്ത് സ്ഥാപിക്കും. റിഹാബിലിറ്റേഷന്റെ ഒരു ഭാഗമായി നമ്മൾ ഇവിടെ വാങ്ങിയിരിക്കുന്ന 5 ഏക്കർ സ്ഥലത്ത് 20 വീട് ഇനിഷ്യലി ഫസ്റ്റ് ഫേസ് എന്ന നിലയിൽ ഞങ്ങൾ 20 വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു കുറ്റിയടിക്കൽ ചടങ്ങും ഭൂമി പൂജയുമാണ് ഇന്നിവിടെ നടന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇനി അടുത്ത മാസം 23-ാം തീയതി ഇതിന് വിപുലമായി ഇതിൻ്റെ ഒരു തറക്കല്ലിടുന്ന ഒരു ചടങ്ങുണ്ടാവുന്നതായിരിക്കും. വീട് നിർമ്മിക്കുന്നതിനു പുറമെ ദുരന്തബാധിതർക്കായി മറ്റ് സേവനങ്ങളും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ചടങ്ങിന് CK ബാലകൃഷ്ണൻ, സത്യൻ നായർ, KG ഗോപാലപിള്ള, ദാമോദരൻ, NP രൂപേഷ്, രാജീവ് എന്നിവർ നേതൃത്വം നൽകി. മലനാട് ന്യൂസ്, ബത്തേരി. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 427, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 260, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 680, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 670, നേന്ത്രക്കായ കിലോയ്ക്ക് 44, ഇഞ്ചി ചാക്കിന് 1300, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 181, സ്വർണ്ണം പവന് 71,840, വെള്ളി ഗ്രാമിന് 109 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത DGPയുടെ ശുപാർശ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ മംഗളൂരുവിലെ ആൾക്കൂട്ട ആക്രമണം, കൊല്ലപ്പെട്ട പുൽപ്പള്ളി സ്വദേശിയുടെ മൃതദേഹം ഖബറടക്കിയത് ജന്മനാടായ കോട്ടക്കലിൽ. കൽപ്പറ്റ അമ്പിലേരിയിൽ TV പൊട്ടിത്തെറിച്ച് 14-കാരന് പരിക്ക്. ടെലിവിഷനിൽ നിന്നും ആദ്യം പുക ഉയർന്നു, പിന്നീട് വൻ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. വീടിനും തീപിടിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുഴപ്പുറമ്പോക്കിൽ നിർമ്മിച്ച പെട്ടിക്കട ഉടൻ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകി. 3 ദിവസത്തിനകം നിർമ്മാണം പൂർണ്ണമായും പൊളിച്ചു നീക്കി പഴയപടിയാക്കണം. തന്റെ കുടുംബത്തിന്റെ പേരിലുള്ള ഭൂമിയെന്ന് തൃക്കൈപ്പറ്റ സ്വദേശി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ മീനു ഗിരീഷ് ചേരും. നമസ്കാരം.